കേരളത്തിലെ ആദ്യ ഇറച്ചിവെട്ടുകാരി, നാട്ടുകാരുടെ സഹായി. വയനാട് ചുണ്ടേൽ മത്സ്യമാംസ മാർക്കറ്റിൽ 30 വർഷത്തോളം ഇറച്ചിവെട്ടുകാരിയായ റുഖിയ ഇനി ഓർമ്മ. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമായിരുന്ന പെൺകരുത്താണ് വിടവാങ്ങിയത്. ആയിരത്തി 1989 ചുണ്ടേൽ അങ്ങാടിയിലുണ്ടായിരുന്ന സ്ഥലത്ത് റുഖിയ ഷെഡ് കെട്ടി ബീഫ് സ്റ്റോൾ ആരംഭിച്ചത്. പിതാവ് മരിച്ചതോടെ 10ാം വയസ്സിൽ റുഖിയ കുടുംബഭാരം ഏറ്റെടുത്തു. ആദ്യം ചുണ്ടേൽ എസ്റ്റേറ്റിലായിരുന്നു ജോലി. കൂലി തികയാതെ വന്നതോടെ ഇറച്ചിവെട്ട് ജോലിയിലേക്ക് തിരിഞ്ഞു. തുടക്കകാലത്ത് ഇറച്ചിവെട്ടും കാലിക്കച്ചവടവുമെല്ലാം ഒരു സ്ത്രീ ഏറ്റെടുത്ത് ചെയ്യുന്നതിൽ ചുറ്റുമുള്ളവർ താല്പര്യം കാണിച്ചിരുന്നില്ല. ഇകഴ്ത്താനും പിന്തിരിപ്പിക്കാനും ശ്രമിച്ചവരായിരുന്നു ഏറെയും. എന്നാൽ ദൃഢനിശ്ചയത്തോടെ റുഖിയ മുന്നോട്ടു പോവുകയായിരുന്നു. അവിവാഹിതയാണ് റുഖിയ. സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചതും റുഖിയ തന്നെയാണ്. മാത്രമല്ല അവരിൽ പലർക്കും വീട് വെച്ച് നൽകുകയും ചെയ്തു. 8 വയസ്സ്, എനിക്ക് 12 വയസ്സുള്ള സമയത്ത്, നമ്മൾ ചെറിയ അഞ്ചെത്തി 1.5 വയസ്സുള്ള സമയത്ത് പോയിച്ചു. പിന്നെ അമ്മമാരൊക്കെ ഇവരൊക്കെ കല്യാണം കഴിച്ച്, രണ്ടാമതൊരു കല്യാണം കഴിച്ച്. പിന്നെ അമ്മ ഒരാൾ എസ്റ്റേറ്റിൽ പണിയെടുത്തിട്ട് ചാച്ചെടിയിൽ അന്ന് ഇത്രയൊന്നും പൈസയും കാര്യമൊന്നും ഇല്ലാത്ത ടൈമാണ്. അപ്പം പിന്നെ 37 ഇങ്ങനെ ഓരോ പെട്ടിക്കച്ചവടവും ഇതൊക്കെ ഇങ്ങനെ വെച്ച് അങ്ങനെ പഠിച്ച് പിന്നെ ചാച്ചെടിയിലായിരുന്നു. ഞാനിവിടെ കൊപ്പ എസ്റ്റേറ്റ് സ്ഥിരമായിരുന്നു. 10 കൊല്ലോട് എസ്റ്റേറ്റ് പഠിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ കാര്യങ്ങളൊക്കെ എസ്റ്റേറ്റിലാക്കും. അപ്പം ഈ ചുണ്ടേ കൂടെ പോയിട്ട് ചായ ഒക്കെ കൊടുക്കും, ആൾക്കാർക്കൊക്കെ എല്ലാ കേക്കിലും കൊടുക്കും. പ്രായാധിക്യ പ്രശ്നങ്ങൾ അലട്ടിയതോടെ 2014 അറവ് നിർത്തിയത്. പിന്നീട് റിയൽ എസ്റ്റേറ്റ് രംഗത്തും മറ്റ് കച്ചവടങ്ങളിലും സജീവമായി. 45 വർഷം സഹായിയായിരുന്ന ലക്ഷ്മി എന്ന കൂട്ടുകാരിയായിരുന്നു ഒപ്പം. ഞങ്ങൾ 73 തൊട്ട് 1973 കൂട്ടുകാരിയാണ്. കുട്ടികളെ കൂലിയിൽ ഇറങ്ങിയതാ, അങ്ങനെ കൂട്ടുകാരി. സഹോദരിയുടെ മകൻ മനു അനസും മകനായ റുഖിയോടൊപ്പം നിന്നു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു ഈ പെൺ പോരാളി. സഹായം ചോദിച്ച് ആരെത്തിയാലും സഹായിക്കാൻ മടിയുണ്ടായിരുന്നില്ല. സഹായം എന്തൊരു കരച്ചിലാ കഴിയുന്നത്, എല്ലാവർക്കും സഹായം ഉറപ്പുണ്ട്. ഞങ്ങൾക്കൊന്നും വലിയ തെറ്റ് പറയാൻ ഉറപ്പുണ്ടില്ല. നമ്മൾ വന്ന കാലം മുതൽ റുഖിയത്താനെ ഇവിടെ കണ്ട പരിചയമുണ്ട്. ഞാൻ ഈ നാട്ടുകാർത്തിയല്ല. പക്ഷേ അവർ നമ്മൾ എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞ് പോവുകയാണെങ്കിലും ഏത് പാതിരാത്രിയാണെങ്കിലും അവരില്ലയെന്ന് പറയില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കുടുംബപരമായിട്ടാണെങ്കിലും സമൂഹപരമായിട്ട് ഏത് കാര്യത്തിനും എന്ത് വിഷയത്തിനും നമ്മൾ റുഖിയത്താത്താൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരതിനനുസരിച്ചിട്ടുള്ള നിലപാടുകൾ അവർ ചെയ്തു വരും. നമുക്കൊരു കരുത്താണ് അവരുടെ അടുത്ത് പോകുമ്പോൾ. നമ്മളൊരു എന്താ പറയുക, അത്രയും വേണ്ടപ്പെട്ട ഒരു പേടിയാണ്. വരുമാനത്തിലെ വലിയ പങ്ക് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു. 2022 വനിതാ ദിനത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആദരിച്ച 13 വനിതകളിൽ ഒരാളായിരുന്നു റുഖിയ. വ്യത്യസ്തവും വെല്ലുവിളി നിറഞ്ഞതുമായ തൊഴിൽ ഉപജീവനമാക്കിയ വനിത എന്ന നിലയിലായിരുന്നു ആദരം. ചുണ്ടേൽ ശ്രീപുരത്തുള്ള ഒറ്റയിൽ വീട്ടിലായിരുന്നു അന്ത്യം. അകാലത്തിൽ ജീവൻ പൊലിഞ്ഞെങ്കിലും ജ്വലിക്കുന്ന റുഖിയയുടെ സ്മരണകൾ ഇനി കാലങ്ങളോളം നിലനിൽക്കും. അയൽവാസികളുടെയും സുഹൃത്തുക്കളുടെയും മനസ്സിൽ വലിയൊരു സ്മാരകം തീർത്താണ് റുഖിയ എന്ന പെൺകരുത്ത് വിടവാങ്ങിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.